ചങ്ങരകുളത്ത് ചെറവല്ലൂർ റോഡിലുള്ള സ്നേഹ ഓഡിറ്റോറിയത്തിന്റെ തൊട്ട ബിൽഡിങ്ങിലാണ് കേട്ടോ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സ്ഥലത്തെങ്കിലാണ് ചങ്ങരകുളത്ത് ആദ്യമായിട്ടാണ് മക്കളെ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. എന്താണ് തുടങ്ങിയിരിക്കണമെന്നും എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരു വീഡിയോ ആണിത്. എന്തായാലും വീഡിയോ മിസ്സാക്കണ്ട. ഓക്കെ, വഴിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ സ്ഥാപനത്തിന്റെ പേര് വെസ്റ്റേൺ ഡ്രൈ എന്നാണ്. ഡ്രൈ ക്ലീനിങ് ആണ് സാധാരണ നമ്മൾ പറയുന്ന ഡ്രൈ ക്ലീനിങ്. പക്ഷെ ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ചങ്ങരകുളത്ത് ആദ്യമായിട്ടാണ് പറയാൻ കാരണം മറ്റ് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാൽ 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് കയ്യിൽ സാധനം കിട്ടുക. സത്യം പറഞ്ഞ ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് ഒരു ശീലമുള്ള ആളല്ല കേട്ടോ. പക്ഷെ എന്റെ പോലുള്ള മറ്റു ചങ്ങരകുളത്ത് ഒരുപാട് സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് ഏറെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ക്ലീനിങ് ലൈവ് ആണ് സംഭവം. ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ കൊടുത്ത വൈകിട്ട് കിട്ടും, അല്ലെങ്കിൽ 24 മണിക്കൂറിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ആ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. സ്ഥാപനം തുടങ്ങിയ നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ നാട്ടുകാരൻ സുഹൃത്തുമായ റസാഖ്. റസാഖാണ്. ഈ റസാഖ് മൂപ്പരെ സ്നേഹിതൻ ഉമറുൽ മുഖ്താർ എന്ന് പറഞ്ഞ മൂപ്പരെ സ്നേഹിതനും കൂടിയിട്ടാണ്, പാർട്ണർ സ്നേഹിതനും കൂടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഉമർ മുഖ്താർ കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആള് എടപ്പാൾ എത്തിയിട്ടുണ്ട്. ആള് കുറച്ച് കഴിഞ്ഞ് എത്തും. വരാണെങ്കിൽ മൂപ്പരെ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ വീഡിയോ ചെയ്യും. അപ്പോ എന്തായാലും ഇപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റസാഖോട് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് ഇവിടുത്തെ സേവനങ്ങൾ ഒന്ന് പറയാം. സേവനങ്ങൾ പ്രധാനപ്പെട്ട് നമ്മള് മൊത്തത്തിൽ ഇപ്പോ ലോകം മൊത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറോണക്കൊക്കെ ശേഷം നമ്മൾ കൂടുതൽ സർവീസുകൾ വീട്ടിലേക്ക് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ചങ്ങരകുളം എന്ന് പറഞ്ഞ ചങ്ങരകുളത്തെ ഒരു വലിയൊരു ഏരിയയില് ഇതുപോലെ ഒരു ലൈവ് ലോണ്ടറി ഇതുവരെ ഉണ്ടായില്ല. അപ്പോ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതുമായി ചിന്തിച്ചിട്ട് ഇപ്പോ നമുക്ക് മാക്സിമം ലോണ്ടറി സർവീസിൽ ചെയ്യാൻ പറ്റുന്ന സകല സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതില് ഇപ്പൊ സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബ്ലാങ്കറ്റുകൾ, ഏത് സൈസ് ബ്ലാങ്കറ്റും, അതുപോലെ വീട്ടിൽ വലിയൊരു അതുപോലെ വലിയ കർട്ടനുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി ഇപ്പൊ അയൺ ചെയ്യല്, സ്റ്റീം അയൺ, അതൊക്കെ എല്ലായിടത്തും ഉണ്ടെങ്കിലും നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ടൈമിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. എല്ലാ സർവീസും നമുക്ക് ആ ഒരു പറഞ്ഞ ഉദ്ദേശിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അതിനിപ്പോ ബ്ലാങ്കറ്റ് ക്ലീനിങ് ആണെങ്കിലും, ഇനിയിപ്പോ ഈവൻ ഷൂ, കുട്ടികളുടെ ബാഗ്, സ്കൂള് ടൈമൊക്കെ ആകുമ്പോൾ കുട്ടികളുടെ ബാഗ്, ഇനി മഴക്കാലം വരുന്നത് അപ്പൊ വരുന്ന അതേപോലത്തെ ഒരുപാട് ഏത് സർവീസും നമുക്ക് ലോണ്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ഏത് സർവീസും അപ്പൊ നമുക്ക് വലിയൊരു പ്രൊജക്ട് നമ്മള് സാധാരണ ഒരു പ്രൊജക്ട് അല്ല. ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. പിന്നെ ഇതിപ്പോ എത്ര തുടങ്ങിയിട്ട് ഒരു മാസമായി. നിങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും കൂടുതലാണോ ബിസിനസ്, കുറവാണോ, നോർമലാണോ? കൂടുതലല്ല, എന്നാലും പ്രതീക്ഷ ആ ഒരു ലെവലിലേക്ക് കിട്ടുന്നത് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വരും കാലം പുതിയൊരു കൺസെപ്റ്റ് ആയതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ചങ്ങരകുളത്തെ ഇതുപോലത്തെ ഒരു സ്ഥാപനം പുതിയതായതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും നമ്മളോടുള്ള ഒരു സ്വീകാര്യത. ഇതെന്ന് പറഞ്ഞതേ നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിലെ ഒരു ഫാർമസിസ്റ്റ് വേണമെന്ന് പറഞ്ഞ പോലെ ഈ സ്ഥാപനത്തിന് അതിന്റേതായ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാള് വേണം. അതാണ് ഈ ഞാൻ ഫാർമസിസ്റ്റ് ഉമറുൽ മുഖ്താർ എന്ന് പറയുന്നത്. മൂപ്പര് ഇതിന്റെ ബാക്കിൽ ഒരുപാട് നടന്ന് കുറെ പരീക്ഷകളും നടത്തി, കുറെ ക്ലാസ്സിന് പോയി, ഇതിന്റെ ഓൺലൈനായിട്ടും അല്ലാണ്ടും കുറെ സെർച്ചുകളൊക്കെ നടത്തിയിട്ടാണ് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. ഈ വിഷയമായി വിദേശത്ത് പോയിട്ട് കുറെ പഠനം നടത്തിയിട്ടാണ് തുടങ്ങി. എല്ലാന്നുണ്ടെങ്കിൽ എന്താ വിഷയം എന്നറിയും, നിങ്ങളിവിടെ കൊടുക്കുന്ന ഓരോ ഡ്രസ്സും അത് തീരുമാനമായിട്ട് കയ്യിൽ കണ്ടു തരും. പിന്നെ ആ ഡ്രസ്സിനോട്ട് നോക്കണ്ട. കാരണം ഇതിന്റെ ഈ ഓരോ കെമിക്കലുണ്ട്, ഇതില് ചേർക്കുന്ന ഓരോ കെമിക്കലിന് അതിന് അളവുകളുണ്ട്. അളവ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണിത്. നമുക്ക് ഒരാളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് അതേപോലെ അതിന്റെ അയാളെ മനസ്സിനുണ്ടെങ്കിൽ രീതിയിൽ തിരിച്ചു കൊടുക്കണ്ടേ. അതിന് ഇതിന്റെ നല്ലൊരു പഠനം ആവശ്യമാണ്. അങ്ങനെ പഠനം നടത്തിയിട്ടാണ് ഇവര് തുടങ്ങിയത്. ഇതിന് പെട്ടെന്ന് എടുത്തോ പിടിച്ചിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കല്ലത്. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഥകളുണ്ട്. അപ്പോ നമുക്ക് എന്തായാലും നമ്മളെ ഈ പറഞ്ഞ കസിനും കൂടി ഉമറുൽ മുഖ്താർ. നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഇപ്പൊ ഉള്ള അവൈലബിൾ ആയ പോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ആണ്, മെഷീനറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഡ്രൈ ചെയ്യാനും അതുപോലെ വാഷ് ചെയ്യാനൊക്കെ എൽജിയുടെ ഏറ്റവും നല്ല ക്വാളിറ്റി മെഷീനാണ് നമ്മൾ. അതും കൊമേഴ്ഷ്യൽ മെഷീനുകളാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാത്ത സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ മെഷീനുകളാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫാബ്രിക്കോ മറ്റുള്ളതിനൊന്നും കംപ്ലൈന്റ് കയറൊന്നും പറ്റില്ല. വാഷ് ചെയ്യുമ്പോഴും അതിനെ നന്നായി സ്മൂത്ത് ചെയ്തിട്ട് തന്നെ വാഷ് ചെയ്യും. അങ്ങനെയുള്ള ഗുണങ്ങൾ. മറ്റുള്ളത് നമ്മൾ വീട്ടിലുള്ള വലിയ മെഷീനുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാകെ വീട്ടിൽ അയൺ വാഷ് ചെയ്യുന്ന പോലത്തെ ഒരു വാഷിംഗ് ആണ് സാധാരണ നമ്മൾ വീട്ടിലെ മെഷീനുകൾ.
ഇതെന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ മെഷീൻ ആയതുകൊണ്ട് തന്നെ അത്രയും ഫാബ്രിക് ഒന്നും കേടുവരാത്ത രൂപത്തിലുള്ള വാഷിംഗ് അപ്പൊ ഒരു നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇറക്കിയിട്ടുണ്ടാവും. അത് വേണല്ലോ. അപ്പോ ഇതിന്റെ അയണിയും കാര്യങ്ങളും നടത്തുന്നത് പറയും നമ്മൾ ഫൈസൽഖാനൊന്ന് കാട്ടി കൊടുക്കാം. ഇതാണ് നമ്മളെ ഫൈസൽഖാൻ. ഫൈസൽഖാന്റെ വീട് എവിടെയാണ്? വീട് വളാഞ്ചേരിയിൽ മൂന്നാക്കൽ പള്ളി മൂന്നാക്കൽ പള്ളി. ഓക്കെ. ഇതിനു മുന്നേ പ്രവാസിയായിരുന്നോ? പ്രവാസിയായിരുന്നു. അപ്പൊ ഇവിടെ ഓക്കെ. അപ്പൊ ഫൈസൽക്കാണ് ഇതിന്റെ അയണും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉമർ മുഖ്താർ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞ ഉമർ മുഖ്താർ എത്തിയിട്ടുണ്ട്. മൈക്കൊന്നും വിടുന്നു കേൾക്കണ്ടല്ലോ അല്ലെ? പിന്നെ അപ്പൊ ഇതിന്റെ സംഭവങ്ങളൊന്ന് വിവരിച്ചു കൊടുത്താൽ കുറച്ചൊക്കെ പറഞ്ഞിരിക്കണേ. ഇത് സംഗതി നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു പരിപാടി നമ്മളതായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ നമ്മൾ കുറെ ആയി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ബിസിനസ്സുകളെ പറ്റിയും ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തില് ഞാനതിന്റെ ഇടയിൽ തായ്ലാന്റ്, മലേഷ്യ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ ദുബായിലൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ഉപയോഗിച്ച ഒരു പരിപാടിയാണ് ഇത്. നമ്മൾ അവിടെ യൂസ് ചെയ്ത ഒരു ഫെസിലിറ്റി, അവിടുത്തെ ഒരു ഫെസിലിറ്റി നമുക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഇത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിലേക്ക് എത്തിക്കൂടാ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ പിന്നെ അതിന്റെ ബാക്കി പരിപാടി തുടങ്ങി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇന്ത്യയിൽ ഓൾറെഡി ഇതിന്റെ വലിയ ലോബികളും പരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. വലിയ വലിയ ബ്രാൻഡുകൾ ഇന്ത്യയിൽ വേറെ ഉണ്ട്. അപ്പൊ അതിനെല്ലാം പഠിച്ച് അവരൊക്കെ എങ്ങനെയാണ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഇതിനെ ആസൂത്രണം ചെയ്തത് ഞാൻ മലേഷ്യയിൽ കൂടെ ഒക്കെ കണ്ട് നമ്മൾ ഇതിനെ ചെയ്യണം എന്ന് വിചാരിച്ചത് ലോണ്ട്രോ മാർട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. ഇത് പല യാത്രകളും ചെയ്യുമ്പോൾ ഉപയോഗിക്കപ്പെട്ട ഫെസിലിറ്റി അത് നമ്മുടെ നാട്ടിലോട്ട് വരണം. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ലോണ്ട്രോ മാർട്ട് എത്താനുള്ള ഒരു കപ്പാസിറ്റി ആയെന്ന് നമുക്കിപ്പോ തോന്നുന്നില്ല. അപ്പൊ ഇതാണ് ആ സ്ഥാപനം. അപ്പൊ ഈ ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ.